വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടൽ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തം എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഇതിനെ എങ്ങനെ അതിജീവിക്കണം എന്നത് പോലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സംശയമായി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്നത് കൈമെയ് മറന്ന് വലിയ തോതിൽ അതിനകത്ത് ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും നോക്കാതെ എല്ലാ തരത്തിലും സഹായകമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായവരാണ് എല്ലാവരും. മാത്രമല്ല അതിനകത്ത് ഒരു രീതിയിലും LDF UDF എന്ന വേർതിരിവ് കക്ഷി രാഷ്ട്രീയത്തിൽ ഇല്ലതാനും. ഇവിടെയും കക്ഷി രാഷ്ട്രീയം കളിക്കാൻ വരുന്നത്, നാണം കെട്ട രാഷ്ട്രീയ കളി കളിക്കാൻ വരുന്നത് ആകെ BJP മാത്രമാണ്. BJPയുടെ നേതാവായ K. സുരേന്ദ്രൻ ഇപ്പോഴും രാഷ്ട്രീയത്തിനെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിനോടകം തന്നെ അവരുടെ കേന്ദ്രമന്ത്രിയായ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്നിട്ടും അവർ അനുസരിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലും ശാപവാക്കും ശകാരവും മാത്രം. ഇത് മാത്രമേ ഇയാൾ പഠിച്ചിട്ടുള്ളൂ എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ജനങ്ങളിവിടെ ദുരിതക്കയത്തിൽ ആണ്ട് കിടക്കുമ്പോഴും അതിനകത്ത് കുറ്റപ്പെടുത്തലും ശാപവാക്കുകളും ശകാരവും മാത്രം. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഔദാര്യം കിട്ടിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് നികുതി ചുമത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടുത്തെ ആളുകളെ പിഴിഞ്ഞ് കോടികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പക്ഷേ നിങ്ങൾ തിരിച്ച് ഒന്നും തന്നില്ലെങ്കിലും നിങ്ങളുടെ വായൊന്ന് അടച്ചു വെച്ചാൽ അത്രയും നല്ലത് എന്ന് സോഷ്യൽ മീഡിയ കമൻ്റ് ചെയ്യുന്നു. കൃത്യമായ മറുപടിയാണിത്. ജനങ്ങൾ പറയുന്നത് കൃത്യമായും കേൾക്കാൻ പോലും ക്ഷമയില്ലാത്ത ഓരോരുത്തരും ഉന്നത അധികാര ശ്രേണിയിലിരിക്കുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് എന്ത് പറയാനാണ് കഴിയുന്നത്? അവിടെയും കക്ഷി രാഷ്ട്രീയവും മതവും നോക്കി ജനങ്ങളെ വേർതിരിക്കുന്നവർ. അതുകൊണ്ടാണ് ഗായികയായ സുജാത മോഹൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത്. നിങ്ങളെ രക്ഷിക്കുന്നവർ നിങ്ങളുടെ ജാതിയോ മതമോ നോക്കുന്നില്ല. നിങ്ങളെ രക്ഷിക്കുന്നവരുടെ പാർട്ടി നിങ്ങളുടെ അച്ഛൻ്റെ പാർട്ടി ആകണമെന്നില്ല, നിങ്ങളുടെ മതമായിരിക്കണമെന്നില്ല, നിങ്ങളുടെ നിറവും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നും ആയിരിക്കണമെന്നില്ല എന്ന് സുജാത മോഹൻ അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്നേഹിക്കാൻ പഠിക്കുക ഇനിയെങ്കിലും. തമ്മിൽ അസഹിഷ്ണുതയില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പഠിക്കുക. മനസ്സ് സങ്കുചിതമാക്കാതിരിക്കുക. സങ്കുചിത മനസ്സിൻ്റെ ഉടമകളാണ് മുട്ടാത്തർക്കം ന്യായവുമായി വന്ന് ഒന്നും നൽകാതെ എല്ലാം പഴിച്ചുകൊണ്ട് അത് നൽകി ഇത് നൽകി എന്ന് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് നടത്താതിരിക്കുക. തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിക്കണ്ട കഥകൾ നമ്മൾ പല തവണ കേട്ട് കാണും. അതുപോലുള്ള കാര്യങ്ങൾ ഇനിയും പല ഭാഗങ്ങളിലും ഉണ്ടാകുമ്പോൾ സ്നേഹം കൊണ്ട് അവയെ തോൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന സന്ദേശമായിരുന്നു അത്.